നമസ്കാരം. നല്ല ചൂട് തുടങ്ങിയില്ലേ? ചൂട് കൊണ്ട് വെള്ളം കുടിച്ച് നമ്മളെല്ലാം മടുക്കൂലേ? അതിനാദ്യമേ എന്താ വേണ്ടത്? നമുക്ക് വീട്ടിൽ നല്ല ശുദ്ധമായ വെള്ളം വേണം. ഇപ്പോഴത്തെ വെള്ളങ്ങൾ മുഴുവൻ അഴുക്കാണ്. അല്ലേ, വെള്ളത്തിൽ നിന്നാണ് നമ്മൾക്ക് രോഗങ്ങൾ വരുന്നത്. നമ്മുടെ ജീവൻ തന്നെ നിലനിർത്തുന്ന വെള്ളം അത് ശുദ്ധീകരിക്കാനും വൃത്തിയായി കൊണ്ടുനടക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. പണ്ട് മുതലേ നമ്മൾ നമ്മുടെ വീടുകളിൽ വെള്ളം അല്ലെ കിണറ്റിലെ വെള്ളം ശുദ്ധീകരിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയുണ്ട് പഴയ കാരണവന്മാർ. അത് ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇപ്പം നമ്മൾ ക്ലോറിൻ വർഷത്തിലൊരിക്കൽ മഴയ്ക്ക് മുമ്പ് ക്ലോറിനൊക്കെ ഇടും. അങ്ങനെയാണ് നമ്മൾ വെള്ളം ശുദ്ധീകരിക്കുന്നത്. വെള്ളത്തിൻ്റെ pH ലെവല് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾക്ക് ആ വെള്ളം കുടിക്കുന്നത് മൂലം പലവിധ രോഗങ്ങളും വരാറുണ്ട്. ആ വെള്ളം നമുക്ക് ദോഷമാണ് കുടിക്കുന്നതിനാണ് നമ്മൾ പഠനം തെളിയിക്കുന്നത്. പക്ഷെ നമ്മളാരും pH നോക്കിയിട്ടല്ല വെള്ളം കുടിക്കുന്നത്. നമ്മുടെ സാധാരണ കിണറിലൊക്കെ വെള്ളത്തിൻ്റെ pH 5 പറയുന്നത് കേട്ടോ. 8 മുകളിൽ പോകണം പോലും pH. പക്ഷെ നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മുടെ കിണറ്റിലെ വെള്ളം നമ്മൾ കോരി കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്കതൊന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് പലവിധ ഇന്ന് സാധാരണ പഞ്ചായത്തിൽ നിന്നൊക്കെ നമ്മുടെ കിണറ്റിലെ വെള്ളം ക്ലീൻ ചെയ്യാനൊക്കെ വരും. അത് ക്ലോറിൻ തരും. നമ്മളത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കി പതുക്കെ കിണറ്റിലേക്ക് അരിച്ചൊഴിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രുചിയും കുറേ ദിവസത്തേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുടിയെല്ലാം കൊഴിയും. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. പണ്ട് കാലത്ത് നമ്മൾ ഇങ്ങനെയല്ല. പണ്ട് കാലത്ത് പുതിയ കിണർ കുത്തിയാൽ വെള്ളം തെളിയാൻ തന്നെ ആദ്യമേനെ കിണറ്റിലിടുന്നതാണ് ചിരട്ടക്കരി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് ചിരട്ടക്കരിക്ക്. പ്രകൃതിയിൽ നിന്നുള്ള ഒരു രീതി തന്നെയാണ് ഈ ചിരട്ടക്കരി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നമുക്ക് ഇഷ്ടം പോലെ ചിരട്ടകളുണ്ടല്ലോ. ഓരോ വീട്ടിലും നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്ന വീട്ടിലൊക്കെ ചിരട്ടയുണ്ട്. അതൊന്ന് കത്തിച്ചിട്ടാൽ മാത്രം മതി. പക്ഷേ സൂക്ഷിച്ചൊന്ന് കത്തിക്കണം എന്നൊക്കെ ഉള്ളൂ. കത്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കാനുണ്ട്, ശ്രദ്ധിക്കണം. ആദ്യം തന്നെ നമ്മളത് കത്തി ചാരമാകണതിന് മുമ്പ് വേണം ഇടാൻ. പിന്നെ ഒന്നുള്ളത്, നമ്മൾ കത്തിക്കുമ്പോൾ നമ്മൾ മേലൊന്നും പൊള്ളാതെ സൂക്ഷിച്ചൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളം കുടി തുടങ്ങിയപ്പോൾ എന്നും തിളപ്പിച്ചാറിയ വെള്ളമല്ലേ കുടിക്കണേ. ചിലരൊക്കെ പച്ചവെള്ളം തന്നെയാണ് കുടിക്കണത്. പച്ചവെള്ളത്തിൻ്റെ അത്രയ്ക്ക് ഗുണം ഒരിക്കലും തിളച്ച വെള്ളത്തിനില്ല. സത്യം പറഞ്ഞാൽ പണ്ട് പച്ചവെള്ളത്തിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉന്മേഷമായിരുന്നു. ഇപ്പോൾ നമുക്ക് പേടിച്ച് പച്ചവെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വെള്ളം, നമ്മൾ കിണറ്റിലെ വെള്ളമാകുമ്പോൾ നമ്മൾക്ക് തന്നെ അറിയാം അതിനകത്തേക്ക് മാലിന്യം എത്രയുണ്ട് എന്നുള്ളതും വരുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കത് ശുദ്ധീകരിച്ചാൽ നമുക്ക് പച്ചവെള്ളം കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചിരട്ടകൾ കത്തിച്ച് കിണറ്റിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 6-7 ചിരട്ട എടുത്തു. കാരണം ഇത് മൂടിയിടുന്ന കിണറായതുകൊണ്ട് സൂര്യപ്രകാശമൊക്കെ ശരിക്കും വലയൊക്കെ ഇടുന്നതല്ലേ, തട്ടാറില്ല. അപ്പോൾ നമ്മൾ ഒരു 6-7 ചിരട്ട, ഇനിയിപ്പോൾ 6, 8, 10 ആയാലും കുഴപ്പമൊന്നുമില്ല. കുറേ വെള്ളമുള്ള കിണറൊക്കെ അല്ലേ. അപ്പോൾ ഞാനതൊന്ന് കത്തിച്ച് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കത്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതാദ്യം ഒരു മൺചട്ടിക്കകത്ത് കത്തിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം കേട്ടോ. അപ്പോൾ നമുക്ക് പേടിക്കണ്ട ചട്ടിയാകുമ്പോൾ. പിന്നെ അത് ചട്ടിയിൽ തന്നെ കിടക്കുമ്പോൾ അത് ചാരമായി പോകും. അപ്പോൾ നമ്മളത് മെല്ലെ നന്നായിട്ട് കത്തി കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കണം. അതിൻ്റെ ശേഷം അത് ശരിക്കും എരിഞ്ഞ് തീരണതിന് മുമ്പായിട്ട് നമ്മൾ ആ ചാരമൊക്കെ ഊതിക്കളഞ്ഞിട്ട് നമ്മൾ കിണറ്റിലിട്ടാൽ മതി. പക്ഷേ അത് ആ ചൂടോടെ തന്നെ ഇടണം. അപ്പോൾ നമ്മുടെ വെള്ളത്തിനകത്തുള്ള pHൻ്റെ അളവ് കൂടുകയും അതേപോലെ തന്നെ അതിനകത്ത് വിഷാംശങ്ങളൊക്കെ മാറിപ്പോവുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പഴയ കാലം തൊട്ടേ നമ്മുടെ കിണറുകളൊക്കെ ശുദ്ധീകരിച്ച് കണ്ടിട്ടുള്ള രീതി. ഇപ്പോൾ അധികം പേരൊന്നും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ പഴയ ആൾക്കാർ കണ്ട രീതിയിൽ ഇപ്പോഴും ചെയ്യുന്ന വീടുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലെ വെള്ളം ഒന്ന് ശുദ്ധീകരിച്ച് കുടിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അതേപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ pH കൂട്ടാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് കക്ക കിട്ടും. ശംഖുഭസ്മം എന്ന് പറഞ്ഞിട്ടൊരു ഒരു പൊടിയുണ്ട്. ശംഖുഭസ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു മരുന്നല്ല കേട്ടോ. അത് നമ്മുടെ ശംഖാണ്. ശംഖിൽ നിന്നും പ്രത്യേക രീതിയിൽ അതിനെ ക്ലീൻ ചെയ്ത് പൊടിച്ചെടുക്കുന്ന ഒരു സാധനമാണ്, ഒരു പൊടിയാണ് ശംഖുഭസ്മം. അതിട്ടാൽ കുറച്ച് ദിവസത്തേക്ക് വെള്ളത്തിനൊരു പാലിൻ്റെ കളറുണ്ടാകും. അത് കഴിഞ്ഞാൽ നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമായിരിക്കും. അതും pH കൂട്ടാനും നമ്മുടെ വെള്ളം ശുദ്ധീകരിക്കാനും നല്ലതാണ്. പിന്നെ അതേ തന്നെ ശംഖ് തന്നെയാണ് കക്ക. പ്രത്യേക രീതിയിൽ വൃത്തിയാക്കി ക്ലീൻ ചെയ്തത്
നമ്മൾ 5 കിലോൻ്റെ പാക്കറ്റൊക്കെ കിട്ടും. അത് നമ്മൾ കിണറ്റിലേക്ക് കെട്ടി ഈ വെള്ളത്തിൽ മുട്ടുന്ന രീതിയിൽ കെട്ടി തൂക്കിയിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ആ പതുക്കെ അത് അലിഞ്ഞ് പിന്നെ വെള്ളം ക്ലീനാകും. ഈ രീതികളൊക്കെയാണ് ഇപ്പം നമ്മുടെ പിന്നെ കിണറുകളിലെ വെള്ളം ശുദ്ധീകരിക്കാൻ എല്ലാവരും ചെയ്യുന്ന ഒരു രീതി. ഇപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ കിണറ്റിലെ വെള്ളം ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് തോന്നിയാൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇപ്പം ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയറൊക്കെ ഒന്ന് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബായ്.